കുപ്രചരണങ്ങൾ രാഷ്ട്രീയ എതിർപ്പ് മാത്രമെന്ന് തെളിയിച്ച് മൂന്നാം തവണയും സ്വരാജ് അവാർഡ് നേടി തിരുവനന്തപുരം നഗരസഭ. നഗരസഭയുടെ പ്രവർത്തനം പരാജയമെന്ന കുപ്രചാരണങ്ങളും ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതി നേടിയ ആര്യ രാജേന്ദ്രനെതിരായി നടത്തിയ നുണപ്രചാരണങ്ങളെയും തള്ളിക്കൊണ്ടാണ് കോർപ്പറേഷന്റെ നേട്ടം. പദ്ധതി നിർവഹണത്തിലെ മുന്നേറ്റമാണ് 5 കോർപ്പറേഷനുകളിലെ പിന്തള്ളി തിരുവനന്തപുരത്തെ ഒന്നാമതെത്തിച്ചത്. തുടക്കം മുതൽ ബി.ജെ.പിയും കോൺഗ്രസും ഒരുപോലെ നഗരസഭയ്ക്കെതിരെ കുപ്രചരണം നടത്തി. എന്നാൽ ഇപ്പോഴിതാ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി മൂന്നാം തവണയും തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വന്തമാക്കി. 2023-24 വർഷത്തെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങളിലെ മികവിനുള്ള അംഗീകാരമാണ് അവാർഡ്. വലിയ പ്രതികൂലമായ സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തെയൊക്കെ അതിജീവിക്കാൻ ജനങ്ങളെല്ലാവരും ഒപ്പം നിന്നു എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. 250 മാർക്കിൽ 200 മാർക്ക് കരസ്ഥമാക്കിയാണ് നമ്മളിങ്ങനെ ഒരു അംഗീകാരത്തിലേക്ക് വന്നത്. പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങളിലെ മുന്നേറ്റം, നികുതി വരുമാനത്തിലെ വർധന, കേന്ദ്ര സംസ്ഥാനാവിഷ്കൃത പദ്ധതികളുടെ കൃത്യമായ നടത്തിപ്പ്, ഓൺലൈൻ സേവന രംഗത്തെ മികവ് തുടങ്ങിയവയിൽ നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ കോർപ്പറേഷൻ നടത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.